വെൽക്കം ബാക്ക് ലവ്ലീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിഫായ പുഡിംഗ്. കിഫായ കേക്ക് നിങ്ങൾ ചില ആൾക്കാരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു പുഡിംഗ് പരീക്ഷിച്ച് നോക്കിയതാണ്. നോക്കുമ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ആ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പിസ്താഷ്യോസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. മീൻസ് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഓരോ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ്, ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിനെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഒരു 2 സ്പൂൺ ക്രീമോ വിപ്പിംഗ് ക്രീമോ ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ടൊരു ബേസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്. അതിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിനെ പുഡിംഗ് ഡിഷിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിത് ട്രേയിലിട്ടിട്ട് ഇതിൻ്റെ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മൂസ് റെഡിയാക്കണം. അപ്പോൾ അതുവരെ ഇത് ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ മൂസ് റെഡിയാക്കാൻ, പിസ്താഷ്യോയുടെ മൂസ് റെഡിയാക്കാൻ നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. ഇതിനെ നമുക്കൊരു ലോ ടു മീഡിയം സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ കേക്കിന് ഐസിങ് ചെയ്യുന്ന പോലെ ഒത്തിരി സ്റ്റിഫ് പീക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊരു ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തത്. അപ്പം അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ ബീറ്റ് ചെയ്താൽ മതിയാവും. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പിസ്താഷ്യോയുടെ പകുതി ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി പകുതി ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പോവാണ്. പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനെ നമുക്കിനി ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് പുറത്തേക്കൊക്കെ. അപ്പം നമുക്കിതിനൊന്ന് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പിസ്താഷ്യോയുടെ എസെൻസ് ആഡ് ചെയ്യണം. നല്ലൊരു ഫ്ലേവറും പിന്നെ ഒരു ചെറിയൊരു ഗ്രീൻ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. ഒരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിനെ ഒന്ന് മൊത്തമായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ പിസ്താഷ്യോ മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പിസ്താഷ്യോ വൈറ്റ് ചോക്ലേറ്റ് മൂസാണിത്. ഇതാണ് നമ്മുടെ മെയിൻ ഫില്ലിങ്. അടുത്തതായിട്ട് ഞാനിവിടെ 1 കപ്പ് മാംഗോസ് ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മധുരമുള്ള മാങ്ങ. ഇതിനെ ഞാൻ ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ പിസ്താഷ്യോ മൂസ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് പിസ്താഷ്യോ പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂസ് ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം. ഇനി വീണ്ടും ഞാൻ ഒരു ലെയർ മാംഗോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഒട്ടും പുളിപ്പില്ലാത്ത നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ മാംഗോ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് ഇതിൽ കുറച്ച് മൂസ് കൂടി അപ്ലൈ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് സെറ്റായി, റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പണികൾ കൂടി ബാക്കിയുണ്ട്. അപ്പം ഞാനിവിടെ ബാക്കി വന്ന മാംഗോസും പിന്നെ പിസ്താഷ്യോയുടെ പൗഡറും കുറച്ച് കാഷ്യൂ നട്ട്സും ഒക്കെ വെച്ചിട്ട് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ അതനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലെയറൊക്കെ കണ്ടില്ലേ, നല്ല കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. കഴിക്കാൻ അതിലേറെ എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമുക്ക് പാർട്ടികളും എല്ലാം ഉണ്ടാകുമ്പം ട്രൈ ചെയ്ത് സ്റ്റാർ ആവാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. കഴിച്ചവരെന്തായാലും നിങ്ങളോട് റെസിപ്പി ചോദിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഈ പുഡിങ് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.